ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനൊന്നും കിട്ടാനില്ലാത്ത ഈ അവസ്ഥയിൽ നമുക്ക് സോയ വെച്ചിട്ട് ഒരു ചില്ലി സോയ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി 1.5 കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ച വെള്ളത്തിൽ അല്പം ഉപ്പിട്ട് ഒരു 10 മിനിറ്റ് സമയം ഇത് കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി പിഴിഞ്ഞെടുത്തതാണ്. മീഡിയം സൈസിലുള്ള 2 സവാള സ്ക്വയറായി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതളുകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. സോയ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ കോൺഫ്ലോർ കയ്യിലില്ലെങ്കിൽ നമുക്കതിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് സോയ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മളിത് തിളപ്പിച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് നേരം ഇട്ട് വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറ്റി മാറ്റി വെച്ചിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങ് വറുത്ത് കോരാവുന്നതേ ഉള്ളൂ. തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുന്നത് കൊണ്ട് തന്നെ ആ സോയയ്ക്കൊരു സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ അങ്ങ് പോയി കിട്ടും. എല്ലാവർക്കും ഇഷ്ടമാകും ഇത്. ഇതുപോലെ തന്നെ എല്ലാ സോയയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ചങ്ങ് മാറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം ഓയിലിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയൊക്കെ ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ക്യാപ്സിക്കവും സവാളയൊന്നും ഒരുപാട് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കുകയാണ്. സോസിനകത്തൊക്കെ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും അതേപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന സോയാ ചങ്ക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുത്തിട്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കോൺഫ്ലോറിന് പകരം മൈദപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി നമുക്ക് ഈ കോൺഫ്ലോറിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ അടിയിൽ പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ല. ഈ സമയത്ത് സ്പ്രിംഗ് ഓണിയൻ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചില്ലി സോയ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. സോയ കഴിക്കാത്തവർ പോലും ഒരു തവണ കഴിച്ചാൽ ഇത് വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കും. ഉറപ്പായി എല്ലാവർക്കും ഇഷ്ടമാകും. മീനൊന്നും കിട്ടാനില്ലാത്ത ഈ അവസ്ഥയിൽ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.